12-ാം ദിവസത്തെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 6 മണിക്ക് തന്നെ ബിഗ് ബോസ് പാർട്ട് 2 എല്ലാവരും എണീറ്റ് ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. പ്രേക്ഷകർ പറഞ്ഞ അഭിപ്രായത്തിലാണ് ബിഗ് ബോസിൻ്റെ ടൈം റീസെറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കൊരു 8 മണി തൊട്ടുള്ള വിശേഷങ്ങളായിരുന്നു നമുക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കിച്ചൺ ഏരിയയിൽ നിന്ന് അനീഷും ബിന്നിയുമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസമായിരുന്നു കണ്ടത്. വാഷ്റൂം വൃത്തിയാക്കിയ ചൂല് കിച്ചൺ ഏരിയയിൽ കൊണ്ടിട്ടു. അത് എടുത്തുകൊണ്ട് പോകാൻ അനീഷ് ബിന്നിയോട് പറയുന്നു. ബിന്നി പറയുന്നു സൗകര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തു തന്നെ ആയാലും വാഷ്റൂമിൽ ഉപയോഗിച്ച ചൂല് അടുക്കളയിൽ കൊണ്ട് വയ്ക്കുന്നത് ശരിയായ കാര്യമല്ല. ബിന്നി ഒരു ഡോക്ടറാണെന്നും കൂടെ ഓർക്കണം. ബിന്നി ചോദിക്കുന്നത്, പാചകം ആരെങ്കിലും ചൂല് വെച്ച് തൂക്കുമോ? ഞങ്ങളാരും പാചകം ചൂല് വെച്ച് തൂക്കാറില്ല. ബിന്നി അതും പറഞ്ഞ് ചായ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അനു ഇതേ ടൈമിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ജിസേലിൻ്റെ പുറകെ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ജിസേൽ എവിടെ നിന്നാലും അനു അവിടെ ചെന്നൊരു പോരുണ്ടാക്കുന്ന പോലെ ആയിരുന്നു കഴിഞ്ഞ സീസണുകളിലെല്ലാം സിറ്റുവേഷൻ. പക്ഷേ ജിസേൽ കിച്ചണിൽ നിന്നൊരു വാക്ക് പറയുന്നു, സൂക്ഷിച്ച് നിന്നോണം, അനു കട്ടുകൊണ്ട് പോകുമെന്ന് ജിസേൽ പറയുന്നു. ഇനി അടുത്തത് കാണുന്ന സീനെന്ന് പറഞ്ഞാൽ അനുവിനും ശരത്തിനും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ട്. ശരത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും ചെയ്തു. ഈ പ്രശ്നം എന്താണെന്ന് സോൾവ് ചെയ്യാനായിട്ട് ശൈത്യ മുന്നോട്ട് വരികയാണ്. അപ്പം ശരത്ത് ശൈത്യയുടെ കേൾക്കെ തന്നെ അനുവിനോട് പറയുന്നു, തലേദിവസം അനീഷിന് വേണ്ടി ഒരുപാട് അവർ ഗെയിം സോണിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അനീഷ് അവരെ തള്ളി പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ശരത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അനു പിറ്റേ ദിവസം അനീഷേട്ടാ നിങ്ങൾ ജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് ശരത്ത് അനുവിനോട് മിണ്ടാത്തതെന്ന് പറയുന്നു. അപ്പോൾ അനു ആഹാരം കഴിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ജിസേൽ പറഞ്ഞു ഞാനിങ്ങനെ കട്ടെടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നീടുള്ള സെക്ഷനിൽ അവർക്ക് പണിപ്പുരയിലേക്കുള്ള എൻട്രിയാണ്. അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി 5 പേരെടുത്ത് പണിപ്പുരയിൽ കയറി 1465 രൂപയ്ക്കുള്ള സാധനങ്ങൾ അവർ ഗെയിം കളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചയായിരുന്നു. മിക്കവരും പറഞ്ഞത് ആര്യനെയായിരുന്നു. അതിൽ ഇത്തവണ ക്യാപ്റ്റൻസിയിലേക്ക് മുന്നോട്ട് വന്നത് ആര്യനും അഭിലാഷും ജിസയിലുമായിരുന്നു. വീണ്ടും ഒന്നുകൂടി പണിപ്പുര പ്രവേശനം ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും നല്ല രീതിയിൽ സാധനങ്ങൾ എടുത്തു. എന്നാൽ രേണു തൻ്റെ കഴിവ് പ്രയോഗിച്ചില്ല എന്ന് തോന്നുന്നു. രേണു അവിടെ പതുങ്ങി നിൽക്കുന്നതായിട്ട് റന പിന്നീട് അഭിപ്രായപ്പെടുകയുണ്ടായി. രേണുവിനും വേണേൽ കയറാമായിരുന്നു, പക്ഷേ രേണു അതിനു വേണ്ടി മുതിർന്നില്ല. അടുത്തത് വന്നത് ജയിൽ നോമിനേഷനായിരുന്നു. ജയിൽ നോമിനേഷനിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത് നെവിനെയാണ്. നെവിൻ്റെ സീരിയസ് ഇല്ലായ്മ എല്ലാവരും ചർച്ച ചെയ്തു, നെവിനെയും രേണുവിനെയും. ജയിൽ നോമിനേഷൻ്റെ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ക്യാപ്റ്റൻസിയിൽ വന്നവർക്ക് അവരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. എന്നിരുന്നാലും അനുമോൾ നോമിനേറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ജിസൈലിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തു. പക്ഷേ അനുമോളിൽ അത് പെട്ടെന്ന് ജിസൈലിനോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ്. എന്നാൽ മറ്റുള്ളവർ അതിനെ എതിർത്തു. അത് പറയാൻ പാടില്ല എന്ന് അനുവിനോട് പറഞ്ഞു. എന്നാൽ ചിലരോടിരുന്ന് അനുവിനെ കൂവി കളിയാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നേരെ തിരിച്ച് ജിസൈലിൻ്റെ ജയിൽ നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് ജിസൈൽ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് ജിസൈൽ നോമിനേറ്റ് ചെയ്തത് അനുവിനെയാണ്. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, കള്ളന്മാരാണ് ജയിലിൽ പോകേണ്ടത്, സോ അതുകൊണ്ട് ഞാൻ അനുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ജിസൈലിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന എന്തോ സാധനം അനു എടുത്തു എന്നാണ് ജിസൈൽ പറയുന്നത്. അപ്പോൾ ഷാനവാസ് ജിസൈലിനോട് ചോദിക്കുന്നു,
അത് താങ്കൾക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം ജിസേൽ പറയുന്നു, ഞാനൊരു ബോഡി വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ തെറ്റിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ ബീട്രൂട്ട് ഉപയോഗിക്കുന്നു, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ഞാനത് ഉപയോഗിക്കുന്നു. പക്ഷേ അതേസമയം ജിസേൽ പറയുന്നുണ്ട് അത് എൻ്റെ അല്ല ആര്യൻ്റെയാണെന്ന്. അപ്പം ആര്യനോട് ഷാനവാസും മറ്റുള്ള മത്സരാർത്ഥികളും ചോദിക്കുന്നു, നീ കൊടുത്താണ്? അപ്പം ആര്യൻ പറയുന്നു, ആര്യൻ്റെ കൺസെൻ്റ് ഇല്ലാതെയാണ് അത് ജിസേൽ ഉപയോഗിച്ചത്, അത് ആര്യന് അറിവുള്ളതല്ല, ആര്യൻ കൊടുത്തതുമല്ല എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ജിസേലും അനുമോളും തമ്മിൽ അവിടെ ഒരു വാക്കേറ്റാണ് ഉണ്ടാകുന്നത്. ജിസേൽ പറയുന്നു, അനു ജിസേൽ മേക്കപ്പ് ചെയ്തത് തുടച്ച ടിഷ്യൂ എടുത്തിട്ട് ഒരു ജസ്റ്ററൊക്കെ കാണിച്ചിട്ട് പറയുന്നു, ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടെന്ന് പറയുന്നു. പിന്നെ കിച്ചണിൽ നിന്ന് റൊട്ടി എടുത്തു എന്ന് പറയുന്നു, റൊട്ടി എടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അനുമോളുടെ കൺട്രോൾ ഫുള്ള് വിട്ടു പോവുകയാണ്. അനുമോൾ വീണ്ടും ചോദിക്കുന്നു, നീ കണ്ടോ ജിസയിലെ ഞാൻ കട്ടെടുത്തത് കണ്ടോ എന്ന്. അപ്പോൾ ജിസയിൽ ഉറപ്പിച്ച് തന്നെ പറയുന്നു, ജിസയിൽ കണ്ടിരുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു പ്രശ്നം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അനുമോൾ ജിസയിലിന് നേരെ ആക്രോശിച്ച് വരികയും കൈ തട്ടി മാറ്റുകയൊക്കെ ചെയ്യുന്നു. ജിസയിലിനെ തല്ലിയെന്നാണ് ജിസയിൽ പറയുന്നത്. അവിടുന്ന് തട്ടിയിട്ട് അനു അവിടെ മാറിപ്പോയി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. കിച്ചൺ ഏരിയയിൽ ജിസയിലും ആര്യനും അക്ബർ ഖാനും ഉണ്ട്. അപ്പോൾ ജിസയിലിന് ആര്യൻ്റെ ജയിൽ നോമിനേഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജിസയിലിൻ്റെ അഭിപ്രായത്തിൽ ആര്യൻ അനുവിനോട് കൂടുതൽ ഫേവറിസം കാണിക്കുന്നത്. നോമിനേഷൻ എന്ന് പറയുന്നത് ഏതൊരാളുടെ അവിടുത്തെ 19 മത്സരാർത്ഥികളിൽ അവിടെ ഏതൊരു ആളുടെയും പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് ആരെ നോമിനേറ്റ് ചെയ്യണം, ആരെ നോമിനേറ്റ് ചെയ്യരുതെന്നുള്ളത്. അപ്പം ആര്യൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ജിസയിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല. അപ്പം അക്ബർ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. അക്ബർ പറയുന്നത് ആര്യൻ്റെ ഇഷ്ടം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആര്യൻ അനുവിനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം അവൾ കഴിഞ്ഞ തവണ ജയിലിൽ പോയതല്ലേ, അതുകൊണ്ടാണ് അനുവിനെ നോമിനേറ്റ് ചെയ്യാത്തതെന്ന് പറയുന്നു. അനുവിനോട് ബിൻസി വന്ന് സംസാരിക്കുന്നു, എടാ നീ എടുത്തിട്ടില്ല, ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ബിൻസി എന്തോ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ആക്യുറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ അത് കണ്ടതാണ്, നീ എടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നാൽ അനു വീണ്ടും അനുവിൻ്റെ ആ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കൂടുതൽ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം ചെറിയൊരു കാര്യം കേട്ടപ്പോഴത്തേക്ക് ഇത്രയും ഫീലിംഗ് ആവുന്നത്. ഇത് കള്ളി എന്ന് വിളിച്ചത് അനുവിന് ചിലപ്പം നമ്മുടെ പുറത്തുള്ള ആളുകൾ അത് എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിലായിരിക്കും. അനു ശൈത്യയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് വീട് എനിക്ക് പറ്റിയ വീടല്ല, എനിക്ക് പോകണം എല്ലാം പറയുന്നുണ്ട്. കാരണം ഒരുപാട് കരയാണ് അനു. പക്ഷേ ഈ അനുവിൻ്റെയും ജിസയിലിൻ്റെയും പ്രശ്നങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടൻ്റാക്കി വീണ്ടും വീണ്ടും ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നത് പ്രേക്ഷകർക്കുള്ളിലൊരു മടുപ്പ് തോന്നിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവർ ജിസയിലിൻ്റെ മേക്കപ്പ് അനു കണ്ടുപിടിക്കുന്നു, അനു കട്ടെടുത്തോണ്ട് പോകുന്നു. ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ബിഗ് ബോസ് ഹൗസിൽ ചില മാറ്റങ്ങളൊക്കെ വേണമെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അനുവിൻ്റെ കരച്ചിൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ജിസയിലിൻ്റെ കമൻറ്റ് വരുന്നത് ജിസയിൽ ഫുൾ പ്ലാസ്റ്റിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റ്സ് വരുന്നത്. പക്ഷേ ഇവരെല്ലാവരും വെരി ഗുഡ് പ്ലെയേഴ്സാണ്. ബട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കണ്ടൻറ്റ് മാത്രമാണ്. ഇതിപ്പോൾ ഒരു 3 ദിവസമായി ജിസയിലിൻ്റെ ടിഷ്യൂ പേപ്പർ അനു എടുക്കുന്നു. അതിനുശേഷം അനുവിൻ്റെ ഹൈറ്റിനെ പറ്റി ജിസയിൽ പറയുന്നു. വീണ്ടും പ്രശ്നങ്ങൾ തന്നെ. അനുവിനെ കള്ളി എന്ന് വിളിക്കുന്നു, അനു കബോർഡ് തുറക്കുന്നു. അനു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ജിസയിലിനെ തന്നെയാണെന്ന് നമുക്ക് പലയിടത്തു നിന്നും വ്യക്തമാണ്. കാരണം ജിസയിലിന് അനുവിനെ ഇഷ്ടമില്ല, അനുവിന് നേരെ തിരിച്ചും ജിസയിലിനെ ഇഷ്ടമല്ല. ശൈത്യയെ ശരത്ത് ആദ്യം പാവംകുട്ടി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും ശൈത്യയോട് ഒരു എതിർപ്പ് ശരത്തിന് വന്നിരുന്നു. ജിസയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ഹൗസിൽ കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
ബിന്നി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എങ്ങും തൊടാതെ നിൽക്കുന്നൊരു വ്യക്തി എന്ന് പറയാം. എന്നാൽ ബിന്നിക്ക് പുറത്ത് ഒരുപാട് സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു കാര്യത്തിൽ ഇടപെടാതെ ഇങ്ങനെ എന്താ ഒരു ഫുഡ് എപ്പോൾ നോക്കിയാലും ഏത് ക്യാമറയുടെ ഫ്രണ്ടിലാണെങ്കിലും ബിന്നിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യമായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്ത് നിന്നിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അനീഷിനെ ആയിരുന്നായിരിക്കും. ഇനി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാണോ ബിഗ് ബോസ് ഹൗസിലെ ക്യാമറകൾ അനീഷിലേക്ക് തിരിയാതെ മറ്റാളുകളിലേക്ക് തിരിഞ്ഞതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നോമിനേഷൻ പ്രക്രിയയിൽ അക്ബർ ഖാൻ പറഞ്ഞത് ഇനി ഞാൻ ചത്താലും രേണു സുധിയുടെ പേര് മാത്രം നോമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോഴേതായാലും രേണു സുധിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അക്ബറിനെ ഇനി രേണു സുധി അക്സെപ്റ്റ് ചെയ്യുമോ? അക്ബറിൻ്റെ വാക്കുകൾ ഇനി രേണു സുധിക്ക് കൂടുതൽ ആഴത്തിൽ ഏറ്റതായതുകൊണ്ട് അതിനി മാറുകയില്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബട്ട് ജയിൽ നോമിനേഷനായാലും മറ്റേ ക്യാപ്റ്റൻസി നോമിനേഷനായാലും വളരെ ആക്യുറസി ആയിട്ട് പോയിന്റുകൾ വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയത് അഭിലാഷിനെയാണ്. തുടക്കത്തിൽ ആ രേണുസുധിയുമായിട്ടുള്ള പ്രശ്നം ബോംബ് വർഷിച്ചത് 10 ലക്ഷം ജനങ്ങളെ അത് 1945-ലായിരുന്നു. അത് ബ്രിട്ടനായിരുന്നു അതിൻ്റെ കിച്ചൺ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ലിവിങ് ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ജിസേലിന് ബുദ്ധിമുട്ട് തോന്നിയിട്ട് ജിസേൽ ആര്യനോട് വീണ്ടും പറയുമ്പോഴത്തേക്ക് ബിന്നി പറയുകയാണ്, എടാ ജിസേൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, നിനക്കെന്തോ ഫേവറിസം അനുവിലുണ്ടെന്നാണ് പറയുന്നത്. ആര്യൻ പക്ഷെ പറയുന്നത് അത് യാതൊരു ഫേവറിസവും അല്ല, ആര്യൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അനുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് RJ ബിൻസി വീണ്ടും കിച്ചൺ ക്രൂവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജയിൽ നോമിനേഷനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോഴാണ് അനുവിൻ്റെ കാര്യം പറഞ്ഞത്. അനു എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ ബിൻസിയോട് ചോദിക്കുന്നു, എടുത്തിട്ടില്ലെന്ന് നിനക്കുറപ്പുണ്ടോ? അപ്പോൾ ബിൻസി ഉറപ്പിച്ച് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അക്ബർ ബിൻസിയോട് ചോദിക്കുന്നത്, നീ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അനു എടുത്തിട്ടില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോഴത്തേക്ക് ബിൻസി പറയുന്നു, ഞാൻ അനു ഒരു തവണ ജയിലിൽ പോയതുകൊണ്ടാണ് ജയിലിൽ പോകാൻ അനുവിൻ്റെ പേര് വീണ്ടും നോമിനേറ്റ് ചെയ്യാഞ്ഞതെന്ന് ബിൻസി പറയുന്നു. ഞാൻ സരിക ചേച്ചിയുടെ പേരാണ് പറഞ്ഞത്. അത് സരിക ചേച്ചിയോട് ഞാൻ പറയുകയും ചെയ്തു, സരിക ചേച്ചി ആക്ടിവേറ്റ് അല്ലാത്തത് കൊണ്ടാണ് സരിക ചേച്ചിയുടെ പേര് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ബിൻസി പറഞ്ഞ അനു കരഞ്ഞത് കൊണ്ടാണ് അനുവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യാൻ. അപ്പം അനുവും ബിൻസിയും തമ്മിൽ ചെറിയൊരു തർക്കം അവിടെ ഉണ്ടാകുകയാണ്. സരിക പറയുന്നു, നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായി, ഞാൻ ഒട്ടും ആക്റ്റീവേ അല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഗെയിം കളിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഗെയിം കളിക്കാതിരിക്കുന്നതാണ് നല്ലത്, അവനവനുള്ള രീതിയിൽ കളിക്കുന്നതാണ് നല്ലത്, അല്ലാതെ വെറുതെ അടവ് പിടിച്ച് കളിക്കാനായിട്ട് കയറി നിൽക്കുന്നതിൽ നല്ലത് കളിക്കാതിരിക്കുന്നതാണെന്ന് പറയുന്നു. വീണ്ടും ജയിൽ നോമിനേഷൻ്റെ പേര് വന്നപ്പോൾ ജയിലിലേക്ക് എല്ലാവരും പോവുകയാണ്. ജയിലിലേക്ക് പോകുമ്പോഴത്തേക്ക് രേണു സുധിയും നവീനും ജയിലിനുള്ളിലും സരിക ജയിലിന് പുറത്തുമാണ്. അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അച്ചാർ മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ അച്ചാർ മേക്കിങ്ങിന് വളരെ രസകരമായിട്ടൊരു ടാസ്ക് കൂടെ കൊടുത്തു. ജയിലിനുള്ളിൽ നിന്ന് വെളിയിലിരിക്കുന്ന ഭരണിയിലേക്ക് നാരങ്ങയും നെല്ലിക്ക ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ അതിൽ മസാലപ്പൊടി ഇട്ട് വേഗം ജയിലിനുള്ളിൽ കയറണമെന്നുള്ളതായിരുന്നു ടാസ്ക്. ആദ്യത്തെ ടാസ്കിൽ രേണു സുധി അകത്ത് കയറി. അപ്പോൾ രേണു ജയിലിനുള്ളിൽ കിടന്ന് പറയുന്നുണ്ട്, രേണു സുധി ഫ്ലവർ അല്ലടാ ഫയറാടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒട്ടും ആക്ടിവേറ്റ് അല്ലല്ലേ, രേണു സുധി ഒട്ടും ആക്ടിവേറ്റ് അല്ല എന്നൊക്കെ രേണു സുധി ജയിലിനുള്ളിൽ നിന്ന് പറയുന്നു. പക്ഷേ ഇന്നലത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അഭിലാഷിൻ്റെയും അനീഷിൻ്റെയും ഒരു സപ്പോർട്ടാണ്. കാരണം ആദ്യം തന്നെ തലവേദന കേസിൽ
രേണുസുതിയുമായിട്ട് അഭിലാഷ് ഉടക്കി. പക്ഷേ ഇവർ ഈ രാത്രിയായപ്പം 12 മണിയായപ്പോഴും രേണുസുതിയും നവീനയും